ഇനി മാനുഹ എങ്ങാനും ഡിസ്കണ്ടിന്യൂഡ് ആവോ? ഇല്ല അല്ലേ? വർഷം 2020. 2020 ഞാൻ ഈ മാനുഹ ആദ്യമായിട്ട് വായിക്കുന്നത്. വായിച്ചു തുടങ്ങിയപ്പോൾ ഐ റിയലി ലവ്ഡ് ഇറ്റ്. ബട്ട് അപ്പോഴാണ് അത് സംഭവിച്ചത്. മാനുഹയുടെ ആർട്ടി മാറുന്നതുകൊണ്ട് ഒരു ലോങ് ബ്രേക്ക്. സോ ഐ വെയിറ്റഡ്. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. കഥയുടെ ബാക്കി എന്താണെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഈ കഥയുടെ നോവൽ വായിക്കാൻ തുടങ്ങി. നോവൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കഥ ഞാൻ വിചാരിച്ചതിലും പൊളിയാണ്. പിന്നെ 2024 മാനുഹ കണ്ടിന്യൂ ചെയ്തു. 2025 ഒരു ആനിമെ അഡാപ്ഷനും വന്നു. ദ മാനുഹ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ടിബേറ്റ്. നിൽക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ്. ഈ പേരായിരിക്കും കുറച്ചുകൂടി ഫെമിലിയർ നിങ്ങൾ. ഇതൊരു ഇസക്കായ് സ്റ്റോറിയാണ്. ദ ഓൾ പവർഫുൾ കിങ് ഓർദർ മരിക്കുന്നു. അവനൊരു മാജിക്കൽ ഫാൻറ്റസി വേൾഡിലേക്ക് റീഇൻകാർണേറ്റ് ചെയ്യുന്നു. ഓർദറിന് അവൻ്റെ പാസ്റ്റ് ലൈഫിൽ എല്ലാവരെയും നഷ്ടപ്പെടും. ഈ ലൈഫിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസൈഡ് ടു ബി ദ മോസ്റ്റ് പവർഫുൾ ഇൻ ദിസ് വേൾഡ്. മാനുവ വായിക്കുമ്പോൾ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ടു റീഡ് ദ നോവൽ, അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റോറിയുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ ആൻഡ് ഡെപ്ത് മനസ്സിലാവാൻ തുടങ്ങിയത്. മാനുവ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഓർദർ ഒരു വൈറ്റ് കോർ മേജൊക്കെ ആകുമ്പോഴേക്കും ദ സ്റ്റോറി വിൽ ബി എൻഡിങ്. ബട്ട് കഥ അപ്പോൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. ദർ ഇസ് എ വോൾ ഓഫ് ദ വേൾഡ് ഔട്ട് ദ ഏൻഷ്യൻ മേജ് സിവിലൈസേഷനായി ഡിജിൻ എന്തായാലും ആ സിവിലൈസേഷൻ എങ്ങനെയാണ് ഇല്ലാതെയായത്? സിൽവിയുടെ സ്പീഷീസായ അസുരാസ് ശരിക്കും എന്താണ്? അവരെങ്ങനെയാണ് ഈ ലോകത്തിൽ വന്നത്? ഓർദറിനെ ഈ ലോകത്തിൽ ആരാണ് കൊണ്ടുവന്നത്? അവരെന്തിനാണ് കൊണ്ടുവന്നത്? ഓർദറിന് ആരാ എന്തിനാ ഈ ലോകത്ത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ യു ഗൈസ് വിൽ ബി സർപ്രൈസ്ഡ്. ട്രസ്റ്റ് മീ. ഇങ്ങനെ ഈ സ്റ്റോറി പല ഡെപ്തുകളിലാണ് പോകുന്നത്. ആൻഡ് വെൻ യു റീഡ് ഓൾ ദിസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇസക്കായ് സ്റ്റോറി ഔട്ട് ദർ. മാനുവ നോവൽ ഇപ്പോഴും ഓൺഗോയിങ് ആണ്. അനിമെ അഡാപ്റ്റേഷൻ സീസൺ 1 കഴിഞ്ഞ് സീസൺ 2 മോസ്റ്റ് പ്രോബബ്ലി 2026 ഉണ്ടാവും. സോ നിങ്ങളൊരു നല്ലൊരു ഇസക്കായ് പ്ലോട്ട് നോക്കി നടക്കുകയാണെങ്കിൽ ദ ബിഗിനിങ് ആഫ്റ്റർ ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി റീഡ് ഇറ്റ്. ഇപ്പോഴത്തെ കറണ്ട് ആർട്ട് സ്റ്റൈൽ പണ്ടത്തെ അത്ര നല്ലതല്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ മാനേജബിൾ. അനിമെ തീരുന്നത് മുതലുള്ള ചാപ്റ്റർ വൈസ് എക്സ്പ്ലനേഷൻ റീക്യാപ്പ് ഞാൻ ഉടനെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ദ ക്യാപ്ഷൻ ഫോർ ദാറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് റീഡ് ദിസ് മാഹ, നിങ്ങൾക്കിത് വായിച്ചപ്പോൾ എന്ത് തോന്നി? ഡെഫിനറ്റ്ലി കമൻറ്റ് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസക്കായ് മാനുഹ അനിമെ ഏതാണെന്ന് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനിമെ മാനുഹയോട് ഞാൻ നെക്സ്റ്റ് ടൈം നിങ്ങൾ കാണുന്നതുവരെ സൈനറ.